வருஷங்கள்ப்பா கஷ்டப்பட்டு ஒவ்வொருத்தருக்கா சோப்பு போட்டு லாபி பண்ணி இந்த இடத்துல வந்து உட்காந்தா இதுக்கெல்லாம் கோட்டான சொல்லிட்டு இதை திறந்து வீட்டில் நாய் நுழைற மாதிரி வந்துடுதுகள். இதுக்கு அப்பம் பாட்டெல்லாம் நம்ம முன்னாடி கூடி நிற்பா. ஆனால் இதுகள் நம்ம முன்னாடியே வந்து உட்காந்து கால் மேலே கால் போட்டுண்டா நம்மளை வளர்க்கலாம் என்ன மரியாதைன்ற. அதுக்கு தாண்டா பவர்ஃபுல்லாக போட போகிறோம் கேட்டு. என்ன சார் உன் பிரச்சனை? காலங்காலமா உங்களை சுத்தி இருக்கிற கவுதியெல்லாம் வாரிட்டு தானே மாஞ்சின்னு கிடக்குறோம். எங்களை தொட்டு வைத்தியம் பண்றதுல அப்படி என்ன உனக்கு தீட்டு? ஒண்ட வந்த பிடாரிய ஊர் பிடாரி விரட்டின கதையா? எங்களுக்கெல்லாம் படிப்பு வராது, பாட வராது, ஆட வராதுன்னு உங்க பாட்டம் பூட்டம் செஞ்ச வேலைக்கு தாண்டா நீங்களா லாக்கின் தானே எங்களை மட்டம் தட்டி இப்படி உட்கார விட்டீங்க. அப்ப நோவு வந்து உயிர் போற மாதிரி இருந்தாலும் என் ஜாதி தீட்டுன்னு சொல்லி எங்களை தொடமாட்ட. ஆனா உன் வீட்டு பீக்குழிய வாரி கொட்ட மட்டும் நான் வேணும். இங்க எல்லாம் சமந்தான் சார். எங்களையும் தொட்டு நோவு சரி பண்ணதான் கவர்மெண்ட் உனக்கு சம்பளம் கொடுக்கும். இருக்கிற வேலையும் போயிட போகுது. பெரிய டாக்டர் எப்படியா பேசுவார விடுமச்சா. மனுஷன் வேதல்ல பேசுன்னு கிடக்குறேன். அப்படின்னா உன் பிரச்சனை வா பேசிக்கலாம். மச்சான் நான் சொன்னா கேட்க மாட்டேன். அப்புறம் சாரண்ட ரெக்யூஸ் பண்ணிக்கலாம்டா. அட என்ன மச்சான் நீ புரியாம கத்தின்னு கிடக்குற? இங்க அடிப்படை உரிமைக்கே இவனுங்க முன்னாடி பிச்சை எடுத்து கும்பிடு போட்டுதான் வாழணும்னா அப்படி ஒரு மயிர் வேலை எனக்கு வேணாம். നമസ്കാരം. എൻ്റെ സിനിമാ പ്രവേശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഞാൻ വളരെ കാലങ്ങൾക്ക് മുൻപ് പണ്ട് എന്ന് പറയാം, പ്രേം നസീറിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അയോധ്യ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. അതിലൊരു കൊയ്ത്തിൻ്റെ രംഗമുണ്ട് പാടത്ത്. അവിടെ ഒരു പാട്ടുണ്ട്. അതിൽ പ്രേം നസീർ, KR വിജയ, രാഘവൻ, ബഹദൂറൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ കൊയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വേണം. ഒരു 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും. അതിലൊരാൾ ഞാനാണ്. ആ പാട്ട് പുത്തരി കൊയ്തപ്പോൾ എന്തു കിട്ടി, പത്തരമാറ്റുള്ള പവീഴം കിട്ടി, അങ്ങനെ ഒരു പാട്ടാണത്. പുതിയ തലമുറ ആൾക്കാർ അത് ഓർമ്മിക്കുന്നുണ്ടാവില്ല. പിന്നീട് അത് മറന്നു. അങ്ങനെ ഒരു കരിയറിനെ കുറിച്ച് ഓർത്തില്ല. പിന്നീട് കലാരംഗത്തായിരുന്നു ഞാൻ. ഗിറ്റാർ വായിക്കുക, നാടകത്തിലും ഒക്കെ ഗിറ്റാർ വായിക്കുക. പിന്നെ നാടകത്തിൽ അഭിനയിച്ചു. അവസാനം KPSCയിൽ വരെ അഭിനയിച്ചു, കലാനിലയത്തിൽ അഭിനയിച്ചു. അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വളരെ യാദൃച്ഛികമായിട്ടാണ് കമൽ സാറിൻ്റെ സിനിമയിൽ അത് മിഴിനീർ പൂവുകൾ. അതിൽ പറയുമ്പോൾ വലിയ റോളാണെന്ന് വിചാരിക്കും. സാക്ഷാൽ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളായിട്ട് 2 പേര്. 2 പേരും ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ അവരുടെ മോന്തായം കാണിക്കുന്നത്. ഒന്ന് സിദ്ദിഖ്, പിന്നൊന്ന് ഞാൻ. പിന്നെ ഞാൻ ആ പടം തപ്പി നോക്കിയപ്പോൾ അതിന് കാര്യമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ അത് തപ്പി നോക്കാനും പോയില്ല. അതും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. സിദ്ദിഖിൻ്റെ ആദ്യ സിനിമയാണ്. ഞാനും സിദ്ദിഖിനും ഒരേ വേഷമാണ്. 2 പേർക്കും 1.5 ഡയലോഗ്സും ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ ആ രംഗത്ത് നിന്നൊന്നുമില്ല. പിന്നെ ഹിമാലയ സാനുക്കളിലും അങ്ങനെ ആയിട്ട് ആ വഴിക്ക് പോയി കുറേ കാലം. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം, ഒരു നാടകത്തിൻ്റെ കാലഘട്ടം, സ്റ്റേജ് ടു സ്റ്റേജ്
ദിവസവും KPSC ദിവസം സമയത്തൊക്കെ ദിവസവും നാടകങ്ങളാണ്. പലപ്പോഴും 1-2 നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നാടകം കളിച്ചിട്ട് 3 നാടകം കളിച്ചിട്ട് 3ാമത്തെ നാടകമായ സമയത്ത് ആ നാടകത്തിൻ്റെ അവസാനത്തെ ഡയലോഗ് ഇതാ പുതിയൊരു സൂര്യോദയം എന്നാണ് ഡയലോഗ്. ആ സമയത്ത് സൂര്യൻ ഉദിച്ചു വരികയാണ് അവിടെ, അരുണോദയത്തിൻ്റെ സമയം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കലാരംഗത്ത് തന്നെയായിരുന്നു, അല്ലെന്ന് പറയാൻ പറ്റില്ല. കുറേ കാലം ആദിവാസികളുടെ മലനിരകൾ ഇടുക്കിയിലൊക്കെ കയറി ഇറങ്ങി. അതങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെയില്ല, ചിന്തിക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസിൽ ചെന്നൈയിൽ ഒരു ആശ്രമത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. എന്നും ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ആ ആശ്രമം വരെ നടന്നു പോകും. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. അതൊരു സിംപ്ലി ഒരു അപ്പ് ആൻഡ് ഡൗൺ എടുക്കും, ഒരു ഈവനിങ് വാക്ക് പോലെ. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 മിനിറ്റ് സംസാരിച്ചിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ സംസാരിച്ച് നിൽക്കും. അങ്ങനെ ഞാൻ തിരിച്ചു പോരും. അങ്ങനെ ഒരു ദിവസം ചെന്ന സമയത്ത് ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോൾ 2 പേര് പുറകിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ആരോ സ്വാമിയെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പേര്. അതിലൊന്ന് ജയകുമാർ സേതുരാമൻ, ഞാൻ ഇപ്പോൾ അഭിനയിച്ച സിനിമയുടെ ഡയറക്ടർ, പിന്നെ അതിൻ്റെ ക്യാമറാമാൻ. 2 പേരാണ്. അപ്പോൾ അവർ കേട്ടറിഞ്ഞത് ഇങ്ങനെ ഇന്ത്യയിൽ ഉള്ള ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, വളരെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, വിദൂരമായിട്ടുള്ള രൂപസാദൃശ്യം, വെള്ളത്താടിയും മറ്റേ ഫ്രെയിമില്ലാത്ത ഗ്ലാസും ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന തലയെക്കെട്ട് പോലുള്ള തലയെക്കെട്ടൊക്കെയും കൂടി കണ്ടപ്പോൾ അവരുടെ സിനിമയിൽ ഉള്ളൊരു സവർണ ഭീകരൻ, സവർണനായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള വില്ലനായിട്ടുള്ള ഒരു റോളിന് ഈ ആൾ പറ്റും എന്നവർക്ക് തോന്നി. അങ്ങനെ അവർ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അതിനൊരു വേഷം അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്? ഇല്ല, ആരും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഫണ്ടമെൻ്റലി എൻ്റെ മനസ്സിലുള്ളത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയാണ്. ഫണ്ടമെൻ്റലി ഐ എം ആൻ ആക്ടർ. I like acting. I love acting. I'm an actor really. I was in KPSC for a long time. എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോൾ അവർ പറഞ്ഞു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള രീതിയിൽ അവരും സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. പിന്നീട് കുറേ കാലത്ത് അതിനെക്കുറിച്ചൊരു മാസത്തോളം പിന്നൊന്നും വന്നില്ല. അതിനെക്കുറിച്ചുള്ള പിന്നെ ഒരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്കെല്ലാവർക്കും കൂടിച്ചേരണം, അതിൽ അഭിനയിക്കുന്ന നടന്മാരെ ക്രൂസ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു അവലോകനം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി എല്ലാവരും അവരുടെ ജീവിതാനുഭവം, അവരുടെ കഥാപാത്രത്തോട് അനുബന്ധിച്ചുള്ള ജീവിതാനുഭവങ്ങൾ അവർ പങ്കുവച്ചു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ എൻ്റെ പരിചയപ്പെടുന്ന സമയത്ത് അവരോടൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. നോക്കൂ, ഞാൻ ഈ തമിഴ് ലാംഗ്വേജ് ഐ നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ്സ് ഓൾ. അത് അത്രേ എനിക്ക് ഉള്ളൂ. അതിലപ്പുറം ഒരു തമിഴ് പരിജ്ഞാനം എനിക്കില്ല. വെറുതെ തമിഴ് നമ്മൾ പരത്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡയലോഗ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തമിഴൻ്റെ തമിഴ് വരണമല്ലോ. ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ തമിഴ് ഹാൻഡിൽ ചെയ്യുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാൻ എന്തെങ്കിലും പറയില്ലേ, സൗഖ്യമാ ചവിട്ടാച്ച എന്ന രീതിയിലുള്ള അത്ര എനിക്ക് അറിയുള്ളൂ. ദാറ്റ് മീൻസ് തമിഴ്നാട്ടിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം ഒരു കടയിൽ പോയിട്ടൊരു പഴം വാങ്ങിക്കാൻ എനിക്കറിയാമെന്നർത്ഥം. ഇപ്പോൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയാണ് അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനെ ചുണ്ടനക്കുമ്പോൾ വേറെ ആരെയും കൊണ്ട് ഡബ് ചെയ്യിക്കാമല്ലോ, അങ്ങനെയും ചെയ്യാമല്ലോ, അതൊക്കെയാണല്ലോ സിനിമ. അപ്പോൾ ഞാനതൊരു മുൻകൂർ ജാമ്യം പോലെ നേരത്തെ അതിങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത് അതിനൊരു പ്രശ്നവുമില്ല, അതിനൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ശരി, സന്തോഷമേ ഉള്ളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. ഷൂട്ടിംഗ് ആരംഭിച്ചു. ആദ്യം തന്നെ ഒരു ആശുപത്രിയിലെ സീനാണ് ഉള്ളത്. അതിലെനിക്ക് ശബ്ദിക്കാൻ കഴിയില്ല.
ഒരു ഭാഗം തളർന്ന് കിടക്കുന്നൊരവസ്ഥ, ഒരു ഭാഗം തളർന്ന് കൈയും കാലും തളർന്ന്, ഒരു ഭാഗം പക്ഷവാതം വന്ന് തളർന്ന് കിടക്കുന്നൊരവസ്ഥ. ആശുപത്രി സീനാണ്. അപ്പോൾ ചെറിയ ഇങ്ങനെ ഈ ചുണ്ടൊക്കെ ഞാൻ കോടി പോയിട്ടുണ്ട്. ചില ഞരക്കങ്ങൾ മാത്രമേ ഉള്ളൂ, ഞരക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അത് യൂണിവേഴ്സലാണല്ലോ ആ ഡയലോഗ്സ്. വാദം പിടിച്ച ആളുടെ മൂളലും ഞരക്കങ്ങളും അത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇവിടെ എല്ലാവരും ഒരുപോലെയല്ലേ. അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ അതിനകത്ത് ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത് മാത്രം, ചില നോട്ടങ്ങൾ, അതുപോലെ ചില നടന്നു വരുന്ന ചില ആക്ഷൻസ്, പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം പൊട്ടി വെച്ച് ഏയ് എന്നൊക്കെയും പറയുന്ന ചില രംഗങ്ങൾ. കാരണം അദ്ദേഹം ഒരു സവർണ്ണ മേധാവിയാണ്, അവർണ്ണമാരെ കണ്ടിനെ കണ്ടുകൂടാ. അപ്പോൾ അവരെ കാണുമ്പോൾ വഴി മാറുന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ. അങ്ങനെ അതിൽ ഡയലോഗ്സ് ഇല്ല എങ്കിൽ പോലും കഥാപാത്രം നല്ല പ്രൊജക്ഷനുള്ള കഥാപാത്രമാണ്. അങ്ങനെയാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ജയകുമാർ സേതുരാമൻ എന്ന് പറയുന്ന സംവിധായകനൊക്കെ വളരെ പരിമിതികളുണ്ടായിരുന്നു. പരിമിതികൾ പറഞ്ഞാൽ സാമ്പത്തിക പരിമിതികളൊക്കെ ഉണ്ടാവില്ല. അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ പടമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ടായിരുന്നു. അങ്ങനെ എങ്കിലും ആ പടം മുഴുമിപ്പിച്ചു. ആ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പടം ഒരു നമ്മൾ ചില പടത്തിൻ്റെ കീഴിൽ കണ്ടിട്ടില്ലേ, സ്റ്റണ്ട് സെക്സ് ത്രില്ലർ എന്നൊക്കെയും പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഋത്തിക് കട്ടക്ക്, അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ജോൺ അബ്രഹാമിനെ അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ റിലീസിങ് ഡേറ്റ് വെച്ചത് ജോൺ അബ്രഹാമിൻ്റെ ജന്മദിനത്തെ നാളാണ്. അഗ്രഹാരത്തിലെ കഴുതിയെക്കുറിച്ചൊക്കെ അവർ വാചാലാവാറുണ്ട്. അപ്പോൾ അവർ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കലായിട്ടൊരു സിനിമ എടുക്കുക, വളരെ ഇൻഫോർമേറ്റീവായിരിക്കണം, അങ്ങനൊരു സിനിമയാണ് അവരെടുത്തത്. ദാറ്റ്സ് എ മൂവി റിയലി. മൂവി മീൻസ് അതൊരു മൂവിങ് ഉണ്ടാകുമ്പോഴാണ് മൂവി വരിക. പലപ്പോഴും മൂവിങ് അല്ല നമ്മൾ കാണുക, എടുത്തുചാട്ടങ്ങളാണ് കാണുക. അടി, തല്ല്, വെട്ട്, കുത്ത്, കുറേ പാട്ടുകൾ. നമ്മൾ ലോക്കൽ ആൾക്കാരെ പറഞ്ഞു എടാ ഗംഭീര സിനിമ 10 സ്റ്റണ്ട് ഉണ്ടായിരുന്നു നോക്കിയും പറയും. അതൊന്നുമില്ല, ഇതൊരു മൂവിങ് ആണ്, ഒരു ആന്തോളനം പോലെ ഒരു മൂവിങ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സുവർണ്ണ ചകോരം അവാർഡ് കിട്ടി. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി. ഡയലോഗില്ലാതെ അഭിനയിച്ച് എനിക്കും കിട്ടി. നല്ല സപ്പോർട്ട് ചെയ്യുന്ന നടൻ, ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറായിട്ടുള്ള അതിന് എനിക്കും കിട്ടിയ അവാർഡ്. അതിൽ അഭിനയിച്ചിട്ടുള്ള സെമ്മല റന്നം, ആ കുട്ടി ഒരു വിസ്മയമാണ് കാഴ്ചവെച്ചത്. സെമ്മല റന്നം ആ കുട്ടിയെക്കുറിച്ച് പലരും ചോദിച്ചു, ഈ കുട്ടി ലോക്കലായിട്ട് വല്ല കുട്ടിയാണോ അതോ ആക്ട്രസ്സാണോ? അങ്ങനെ ആ രീതിയിൽ ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുകയല്ല ചെയ്തത്, ആ കുട്ടി ആ കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്തത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തിന് ഞങ്ങൾക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം പാൻറ്റും ചുരിദാറും ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സൊക്കെയും വെച്ച് വരുന്ന ആ കുട്ടി മേക്ക് ഓവർ കഴിയുന്ന സമയത്ത് എങ്ങനെ മാറി എന്നുള്ളത് നമ്മൾക്ക് ഓരോ ദിവസവും അത്ഭുതമായിരുന്നു. ആ സിനിമ കണ്ടവർ മുഴുവൻ ചോദിച്ചത് അതാണ്, ഇവർ നടിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ശരിക്കും എനിക്ക് തോന്നിയത് ഷീ ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ആക്ടിങ്. അതാ തോന്നിയത് വാസ്തവത്തിൽ. സെമ്മല റന്നം എന്ന് പറയുന്ന കുട്ടിക്ക് ആക്ടിങ് അറിയില്ല, എന്താണ് അഭിനയമെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് വാസ്തവത്തിൽ. കാരണം ആ വേഷം അതിനുശേഷം മാടത്തി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആ കുട്ടി അതായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ആക്ടിങ്ങിൻ്റെ ഒരു എലിമെൻ്റ് അവിടെ കാണുന്നില്ല. ഒന്ന് മറ്റൊന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിരിമുറുക്കം ഒന്നുമില്ല. ആ കുട്ടി അതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞ് ഷീ ഡസൻറ്റ് നോ എന്ന് പറഞ്ഞത്, ആക്ടിങ്ങിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഈ സിനിമയിലും ഈ ചെന്നായാലും അത് വലിയൊരു അനുഭവമായിരുന്നു. ആ കുട്ടിയുടെ മലയാള സിനിമയിൽ വരുന്നുണ്ട്, ഇനി മലയാള സിനിമയിൽ വരുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല. മലയാള സിനിമയിലും ആ കുട്ടി വരുന്നുണ്ട്. മലയാള സിനിമയിൽ ആ കുട്ടി മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം
നമ്മളിപ്പോൾ നിമിഷ വരുന്നുണ്ട്, നിമിഷ സജയൻ മേക്കപ്പൊന്നുമില്ലാതെ. നിമിഷ സജയൻ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തോടെ നടന്നുപോയി ആരും അറിയില്ല. ആ നാട്ടിൻപുറത്തൊരു പെൺകുട്ടി. ആ ഒരു രീതിയിൽ പലപ്പോഴും പല നടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറ്റം പറയുകയാണ് ഞാൻ. കുറ്റം പറയല്ല എന്നല്ല പറയുന്നത്, കുറ്റം പറയുകയാണ്. കാരണം പലപ്പോഴും ഈ സീരിയലിൽ പ്രത്യേകിച്ചും കാണാം, വീട്ടിലെ വേലക്കാരി 3 അടക്കായിട്ട് പെയിൻ്റ് ഇട്ടിട്ടുണ്ടാവുക. അവസാനം കാണുമ്പോൾ നമ്മളെ ഫാഷൻ ഫാബ്രിക്സിലും എലൈറ്റ് ഫാബ്രിക്സിലും ബിയമാസിലൊക്കെ നിൽക്കുന്ന പ്രതിമയുടെ പോലെ ഉണ്ടാവും. ശരിയായിട്ടുള്ള മുഖം പുറത്ത് കാണില്ല, ഒക്കെ അടക്കായിട്ട് വെച്ച് തേച്ചിരിക്കുകയാണ്. അവിടേക്കാണ് നിമിഷ സജയൻ്റെക്ക് മിടുക്ക് അവിടെയാണ്. ആ കുട്ടിയുടെ മുഖം അതെന്താണോ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ മറ്റൊരു രീതിയാണ് ഈ സെമ്മലറന്നം. ഏതായാലും സിനിമ റിലീസായി. ഈ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ടുന്ന റെസ്പോൺസ് ഉണ്ട്. ഇത് ഉലകും ചുറ്റുമാരിയും കൾട്ടോ അല്ലെങ്കിൽ മലയാളത്തിലെ പൊന്നാപുരം കോട്ട കൾട്ടിലുള്ള സിനിമയല്ല അത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ സിനിമയ്ക്ക് കിട്ടേണ്ടുന്ന ആ ഒരു കൂട്ടം ആളുകളെ, ആസ്വാദകരെ ഇതിന് കിട്ടിയതുള്ള സത്യമാണ്. ജയകുമാർ സേതുരാമനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങളെ കുതിരയെ നയിക്കുന്ന, പ്രത്യേകിച്ച് കാട്ടുകുതിരകളെ 5 പിടിച്ച് രഥത്തുമ്പോൾ കെട്ടിയിട്ട് നല്ല സാരഥി, അല്ലെങ്കിൽ സാരഥി എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഭർത്തസാരഥി, ശ്രീകൃഷ്ണൻ നയിച്ചത് കൊണ്ടാണ് അർജുനൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന പോലെ ആ വിധാനമൊരുക്കിയ ജയകുമാർ സേതുരാമൻ എല്ലാവരെയും പിടിച്ചു വയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിലെല്ലാ നടീനടന്മാരെയും അവരെല്ലാവരും അവരുടെ കഴിവുകൾ, ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, അവരുടെ ആ കഴിവുകൾ ചിലപ്പോൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് കഥാപാത്രങ്ങളെയും അതിൽ ഓരോ ഫ്രെയിമിനെയും അതിനെ കൃത്യമായിട്ട് നോക്കിയിട്ട് ആവശ്യമില്ലാത്തത്, അതായത് നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണിക്കാം. 4 പാട്ട് എന്നുള്ള 10 പാട്ട് കാണിക്കാം, 2 സ്റ്റണ്ട് എന്നുള്ള 4 സ്റ്റണ്ട് കാണിക്കാം. ആവശ്യമില്ലാത്തതിനെ മുഴുവൻ എടുത്തു കളയുക എന്നുള്ളതാണ്. ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമ എടുക്കുമ്പോൾ മുഴുവൻ കാണിക്കാം, ഒരു സിനിമ 5 മണിക്കൂർ വരെ എടുക്കാം. പക്ഷെ ആവശ്യമില്ലാത്തതിനെ മാറ്റിയിട്ട് നമ്മളൊരു മരത്തെ പ്രതിമയാക്കി മാറ്റുമ്പോൾ പ്രതിമയെ നമ്മൾ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, പ്രതിമ അല്ലാത്ത ഭാഗത്തെ ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രതിമയുണ്ടാകും, പ്രതിമ അവിടെ രൂപപ്പെടുന്നു, അതാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഈ സിനിമയിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഷൂട്ടിംഗ് നടന്നതും അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ എടുത്തു മാറ്റിയപ്പോൾ അത് ഒരു ക്ലാസിക് സിനിമയുടെ ആ ഒരു ഗ്രേഡിലേക്ക് ഉയരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരുപാട് ഇപ്പോഴും അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരും വളരെയധികം സന്തോഷചിത്തരാണ്, ഞാനടക്കം. സിനിമയോട് എല്ലാവർക്കുമുള്ള മോഹം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഫണ്ടമെൻ്റലി ഞാൻ ആക്ടറായിരുന്നു. അതും KPSC കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, പക്ഷേ എനിക്കത് കിട്ടി. അപ്പോൾ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റാണത്. അവിടെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സർട്ടിഫിക്കറ്റ്. പ്രത്യേകിച്ച് തോപ്പിൽ ബാസി എന്ന് പറഞ്ഞ പോലെ മഹാരഥന്മാരാണ് അവരൊക്കെ. KT മുഹമ്മദ്, K രാഘവൻ മാഷ്, അവർക്കുള്ള കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ അഭിനയിക്കുന്നത്. പിന്നെ ആ കരിയർ എങ്ങനെയോ ഈശ്വരൻ തന്നെ വഴി മാറ്റി തട്ടി അങ്ങോട്ട് കൊണ്ടുപോയി സന്യാസത്തിൻ്റെ പാതയിലേക്ക്. ആ സന്യാസത്തിൻ്റെ പാതയിൽ പോയിട്ട് അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു പ്രതീക്ഷയില്ലാതെ നമ്മളെ വീണ്ടും തട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. എല്ലാം വിധിവിഹിതം എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളല്ലല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇനിയിപ്പം തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ഗോപി എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അടുത്ത സിനിമയ്ക്കുള്ള കോൾ ഷീറ്റാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അതുപോലെ മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ളൊരു സംവിധായകനും പറഞ്ഞു. എൻ്റെ സിനിമ കണ്ടിട്ട് അദ്ദേഹം ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, മിക്കവാറും ഈ വർഷം കഴിയുന്നതിന് മുൻപൊരു പ്രൊജക്റ്റ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയാം. ഏതായാലും ഒരു പക്ഷേ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഫുൾ ടൈം സിനിമാക്കാരനായിട്ട് ഞാൻ മാറിയില്ല. ഇപ്പോൾ ഇനി അതിനുള്ള സാധ്യതകളാണോ ഉരുത്തിരിയുന്നത് എനിക്കറിയില്ല. എന്തായാലും
ജീവിതം മൊത്തം ഒരു നാടകമാണല്ലോ, സിനിമയാണല്ലോ. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ അതെങ്ങനെയാകും എന്നറിയില്ല. എങ്ങനെയായാലും അതിനോടൊപ്പം നീങ്ങുക. നമ്മൾക്കും വേഷം കിട്ടുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഗൾഫിൽ പോകുന്നവർ തൊഴിലാളികളായിട്ട് വേഷം കെട്ടുന്നു, ഗായകരായിട്ട് വേഷം കെട്ടുന്നു, രാഷ്ട്രീയക്കാരായിട്ട് ഒക്കെ നമ്മളെക്കൊണ്ട് വേഷം കെട്ടിക്കുകയാണല്ലോ. ഈശ്വരൻ വേഷം കെട്ടിക്കുകയല്ലേ നമ്മളെ? വാസ്തവത്തിൽ ഈശ്വരനാണല്ലോ ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ വിധാനിച്ചിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന പോലെ അഭിനയിക്കുന്ന കുറേ ആളുകൾ മാത്രമാണ്. അപ്പോൾ എന്താണ് ഈശ്വരഹിതം എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. സന്യാസിയായിട്ടുള്ള ഒരു നടനായിട്ടുള്ളൊരു സന്യാസി ഒരുപക്ഷെ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത്. അങ്ങനെ വേറെ ആരെയും കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം നല്ലതിനായിട്ട് വരട്ടെ എന്നെനിക്ക് പ്രാർത്ഥനയുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സെന്നായി സിനിമ പറ്റാവുന്നവർ കാണുക, അതിന് വേണ്ടുന്നൊരു ബാക്കപ്പ് കൊടുക്കുക. ഇത്തരണത്തിൽ മറ്റൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.